ഹായ്, ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, നമ്മളിന്ന് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച കാണാൻ പോവുകയാണ്. ഇപ്പോഴാണെന്ന് വെച്ചാൽ അല്ല, ഇതൊരു ഇൻട്രോയാണ്. നമ്മൾ കാണുന്നത് രാത്രി ഒരു 10 മണിക്ക് ശേഷമുള്ള കാഴ്ചയാണ്. അപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടോ, നമ്മൾ കൃത്യം 2 വർഷം മുമ്പ് ഒരു ഫുൾ വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം ഓരോ വർഷവും നമ്മൾ റീൽസ് ചെയ്തിരുന്നു. അതെ, നിശാഗന്ധിയോട് അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച. നിശാഗന്ധി അല്ലെങ്കിൽ അനന്തശയനം, അതും അല്ലെങ്കിൽ ക്യൂൻ ഓഫ് നൈറ്റ് എന്ന് പറയുന്ന നമ്മുടെ രാത്രിയിൽ മാത്രം വിരിഞ്ഞ് ഏറ്റവും കൂടുതൽ ഭംഗി തരുന്ന അല്പനേരം മാത്രം ആയുസ്സുള്ള നമ്മുടെ നിശാഗന്ധിയെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. നിശാഗന്ധി അനന്തശയനം എന്ന് പറയുന്ന പ്ലാന്റ് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ബ്ലൂം ചെയ്യുള്ളൂ എന്നാണ് എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മളും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഈ വർഷം ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഒരു ഫുൾ വീഡിയോ ചെയ്യാം, ഈ വർഷം റീൽ ചെയ്യാമെന്ന് മാത്രം വിചാരിച്ചതാണ്. പക്ഷേ ഫുൾ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഈ പ്രാവശ്യം ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഫ്ലവർ ചെയ്യുന്നത്. ഫസ്റ്റ് ദിവസം ഒരു ഫ്ലവർ വിരിഞ്ഞു, അതായത് ഒരു 10-20 ദിവസം മുമ്പ്. അതിനുശേഷം ഒരാഴ്ച മുമ്പ് ഏകദേശം 100 ചില്ലറ പൂക്കൾ വിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നത്തെ അത്ഭുതം എന്ന് പറയുന്നത് ചില്ലറയൊന്നും അല്ല. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഏകദേശം 350 മുകളിൽ ഫ്ലവറാണ് ഇന്ന് വിരിയാനുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇൻട്രോയാണ്. ഫ്ലവർ വിരിയുന്നതൊക്കെ രാത്രിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രിയിൽ ഒരു വീഡിയോ തന്നെ എന്തായാലും ചെയ്യും. അതേപോലെ മോർണിംഗ് വൈബ് ഉണ്ടാവും. മോർണിംഗ് വൈബ് എല്ലാ പ്രാവശ്യവും രാവിലെയാണ് പകലാണ് ചെയ്യുന്നത്. ഇന്ന് കൃത്യമായിട്ടുള്ള സമയത്ത്, അതായത് ഏറ്റവും മോർണിംഗിൽ തന്നെ നമ്മളൊരു മോർണിംഗ് വൈബ് ചെയ്യുന്നതാണ് രാത്രിയിൽ. എന്തായാലും മനോഹരമായി, ഇപ്പോൾ ഈ കാണുമ്പോൾ ഒന്നും ആർക്കും ഒരു ഫീലും വരില്ല, പക്ഷേ ഇത് വിരിഞ്ഞ് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഫീല് വരിക. അപ്പോൾ ഇത്രത്തോളം ഫ്ലവർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ റീൽസിൽ 200 ചില്ലറ ഫ്ലവർ ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞത് ഈ രീതിയിൽ ഫ്ലവർ ചെയ്യുന്ന കണ്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഇത് എവിടെയാണെന്നൊരു ചിന്തയുണ്ടാവും അല്ലേ? അതെ, ആദ്യം കണ്ടവർക്കൊക്കെ അറിയാം, ഇത് സുൽത്താൻ ബത്തേരിക്ക് അടുത്ത്, നമ്പിക്കൊല്ലിക്ക് അടുത്ത് കഴമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇത് കൃഷ്ണൻ്റെ വീടാണ്. എന്തായാലും കൃഷ്ണൻ്റെ വീട്ടുപേരും വളരെ അതിശയിപ്പിക്കുന്നതാണ്. ഈ പ്രദേശത്തിൻ്റെ പേര് തന്നെയാണ് വീട്ടുപേര്, കഴമ്പ് എന്ന് തന്നെയാണ് വീട്ടുപേര്. എന്തായാലും കൃഷ്ണനോട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രീൻ ഹെവന് എന്നും സുപരിചിതമായ ഒരു മുഖവും 1-2 പ്രാവശ്യം മാത്രം കണ്ട ഒരു മുഖവുമുണ്ട്. ഹായ്. ഒന്ന് നമ്മുടെ മാഷാണ്, ഒന്ന് കൃഷ്ണേട്ടനാണ്. നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണേട്ടൻ്റെ വീട്ടിലാണുള്ളത്. കൃഷ്ണേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട അയൽവാസിയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കഴമ്പ് പ്രദേശം എന്ന് പറഞ്ഞാൽ ഷെനിലിന് ഒരുപാട് വീഡിയോകൾ സമ്മാനിച്ചിട്ടുള്ളതാണ്. ഗ്രീൻ ഹെവൻ്റെ ഒരുപാട് വീഡിയോകൾ കഴമ്പിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. സൂര്യകാന്തി കൃഷിയും മറ്റ് ഒരുപാട് വീഡിയോകൾ വന്നിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിലും, ഈ ഒരു പൂക്കൾ സംബന്ധിച്ച് 4ാമത്തെ വർഷമാണ്, 4ാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഷെനിൽ എടുക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 3 വീഡിയോകളും ഒരുപാട് കാഴ്ചക്കാർക്ക് നയനത്തിന് കാഴ്ചക്കാർക്ക് ഒരുപാട് വിരുന്നൊരുക്കിയ വീഡിയോകളായിരുന്നു. ഈ വർഷം ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് പൂക്കളുടെ എണ്ണം കൊണ്ട് വളരെയധികം വ്യത്യസ്തമായ ഒരു വീഡിയോ ആയി മാറുകയാണ്. കൃഷ്ണനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു കറക്റ്റ് ഒരു ദിവസമാകുമ്പോൾ ഞങ്ങളെയൊക്കെ വിളിക്കുകയും ഞങ്ങളെ കോൺടാക്ട് ചെയ്യും. മാത്രമല്ല, ഇടയ്ക്ക് കാണുമ്പോഴും പറയും പൂക്കൾ ആയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയും. നമസ്കാരം. ഇന്നിപ്പോൾ എത്ര ഫ്ലവർ ഉണ്ടാവും? ഇന്ന് 350ന്റെ മുകളിലേക്കുണ്ട്. മുകളിലേക്കുണ്ട്. അതിന് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ എണ്ണിയതാണ്. 150ന്റെ മുകളിലേക്കുണ്ട്. മുകളിലേക്ക്. എത്ര വർഷം മുമ്പാണ് ഇത് നട്ടത്? ഇത് വർഷം ഒരു 10 വർഷമായിക്കാണ്. 10 വർഷം. എവിടുന്ന് കിട്ടിയത് ഈ സംഭവം? ഇത് അടുത്തൊരു അയൽവക്ക ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചെറിയൊരു കമ്പ് കൊണ്ടുവന്നു, അത് കുത്തി വെച്ചതാണ്. പിന്നെ ഞാനത് വളരുന്തോറും താങ്ങുകാല് കൊടുത്തു. ഇതിന് ഒരു താങ്ങി നിൽക്കാനില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് മറിഞ്ഞു പോകും. ആ താങ്ങുകാല് കൊടുത്ത് കംപ്ലീറ്റ് വള്ളിയെടുത്ത് കെട്ടി മുകളിലേക്ക് കെട്ടിവിട്ടതാണ്. പിന്നെ അതിൽ നിന്ന് ശിഖരങ്ങൾ പൊട്ടി കംപ്ലീറ്റ് ഈ കണ്ടീഷനായി. പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? പ്രത്യേകിച്ച് വളം നിന്ന് ചെയ്യുന്നില്ല. ഈ കുളത്തിലുണ്ടായിരുന്ന പായലും സാധനങ്ങളൊക്കെ അതിൻ്റെ അടിയിലേക്ക് ഇതാക്കി. അതായത് ഇതിൽ മീനുണ്ടായിരുന്നു. ഇതിൽ മീനിനെ അതിനെ മാറ്റി അതിന്റെ ചോട്ടിലേക്ക് സ്ഥിരമായിട്ട് കുറെ കാലമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇതേപോലെ ഫുൾ, അതായത് ഇപ്പൊ 10 വർഷമായെങ്കിലും ഈ 3-4 വർഷമായിട്ടല്ലേ ഇങ്ങനെ ഫ്ലവർ ഉണ്ടാവാൻ തുടങ്ങിയത്. ഏകദേശം അന്നൊക്കെ ഒരു 10-30 പൂവൊക്കെ അല്ല, അന്നൊക്കെ ഇത്രയും പബ്ലിസിറ്റി ഇല്ലല്ലോ. അതെ, കുറച്ച് പൂവല്ലേ വിരിയുന്നുള്ളൂ. അതെ. ഇപ്പോൾ ഏകദേശം ഇതാണ് ഇന്ന് ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ, അതായത് ഈ 10ാം വർഷമാണ് ഏറ്റവും കൂടുതൽ. ഇവിടുന്ന് ഈ വീഡിയോ ഒക്കെ വന്നിറങ്ങിയതിന് ശേഷം ഇത് കൊമ്പുകൾ ആർക്കാർ കൊണ്ടുപോകുന്നുണ്ടോ? കൊമ്പ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, കുറെ പേര് കൊണ്ടുപോയിട്ടുണ്ട്. ശരിക്കും വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടല്ലല്ലോ നാട്ട്, വെറുതെ നിലത്തിന്റെ ചോട്ടില്. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ? എങ്ങനെ കൊണ്ടാക്കുക ചെയ്ത്? ഇതാ അതിന്റെ ഒരു ചെറിയൊരു ഇത് കാണിച്ചു തരാം. ആയിക്കോട്ടെ. ചെറിയൊരു സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ. ഇതാണ് ഇതിന്റെ ഈ ശിഖരം പൊട്ടിച്ചാൽ മതി. ഇവിടുന്ന് വേരെടുക്കുന്നു. ഒറ്റ ഇല മതി. അതേമാതിരി അതിന്റെ ഒരു കൊമ്പ് കുത്തിയതാണ് ഇത്. അത് ഇങ്ങോട്ട് വേറെ കേറി വരുന്നുണ്ട്, ഒടിഞ്ഞ് കുത്തിയത്. ഓക്കെ. അപ്പൊ സംഭവം സിമ്പിളാണ്. ഇന്ന് എന്തായാലും നമുക്ക് എന്താ പറയാ, ശിവരാത്രിയാണ്. തീർച്ചയായിട്ടും ഇത്രയധികം പൂക്കളെ ഒറ്റ ചെടി. ഇതിന്റെ കടഭാഗല്ലേ, ഇതിന്റെ ചുവടുഭാഗല്ലേ കാണുന്നത്? ഇലയെ നട്ടെന്നാണ് കൃഷ്ണേട്ടൻ നമ്മളോട് പറഞ്ഞത്. ഇത് ചുവടുവശം.
ശരിക്കും ഒരു കമ്പ് പോലെ ആയിട്ടുണ്ട് അല്ലേ? പക്ഷെ കമ്പ്. എനിക്കിപ്പോ അതിശയം എന്താ അറിയാം, പക്ഷെ ഇതിന്റെ ഇലയാണ് ഇങ്ങനത്തെ ഒരു ഇലയാണ് വെക്കുന്നത്. വെക്കുന്നത്. ഈ ഇല വെച്ചിട്ട് ഇപ്പൊ ഇത് ശരിക്കും ഒരു തണ്ട് പോലെ തന്നെ. ആ തണ്ട് പോലെ. ഇത് കണ്ടില്ലേ? ഒരു 10 വർഷം മുമ്പ് 10 വർഷം മരക്കമ്പ് പോലെ കഴിഞ്ഞ് ആയിരുന്നു. മരക്കമ്പ് പോലെ മരക്കമ്പ് ശരിക്കും. പോലെ. പക്ഷേ ഇതൊരു എനിക്ക് വേറെ കാര്യം തോന്നിയത്, ആ. ഈ ഒരു ഒറ്റ പ്ലാന്റിൽ നിന്ന് ഇത്രയും ചെടികൾ ബ്ലൂം ചെയ്യുകയും ആ. അത് കൂടാതെ ഈ ചെടി ഈ പൂക്കളെ കാണാൻ വേണ്ടി ഒട്ടനവധി ആളുകൾ ഇന്ന് രാത്രിയോടെ എത്തുമെന്നുള്ള ഒരു അത്ഭുതകര കാര്യവും കൂടി ഇത് സംഭവിക്കാൻ പോവാണ്. അതെ. തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ചിട്ടുണ്ടല്ലോ നല്ലൊരു ആൾക്കാർ ഇന്ന് വൈകുന്നേരം ഇവിടെ എത്തും ഇത് കാണാൻ വേണ്ടി. രാത്രി ഇന്ന് രാത്രിയിൽ ഇന്ന് രാത്രി ആകുമ്പോഴത്തേനും എത്തുന്നത് ഫുൾ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ആ ദൃശ്യം കാണാൻ വേണ്ടി നമുക്ക് എന്തായാലും നമ്മൾ കുറച്ച് ഒന്നുകൂടെ വരുന്നുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നറിയോ, ആ. ഇപ്പൊ നമ്മള് 4800 പ്ലാന്റ് ഒക്കെ ചെയ്തിട്ട് ആൾക്കാർ കാണാൻ വരുന്നത്. ഇത് ഒരു ചെടിയും ഇത്രയും പൂക്കളും അതെ, ഇതൊക്കെ അപ്പൊ പ്രകൃതിയുടെ ഏറ്റവും വലിയ വരദാനം. ഒരു ചെടി ഉണ്ടെങ്കിൽ പോലും ആളുകളെ അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് എത്തിക്കാന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഒരുപാട് സ്ഥലത്ത് നിന്ന് ആളുകൾ വരാം. കഴിഞ്ഞ പ്രാവശ്യം വന്നു എനിക്കൊന്ന് അതിനേക്കാളും ഇരട്ടി ആളുകൾ ഇപ്രാവശ്യം. അതിലും ഈ വേറെ പൂക്കൾ അതിശയമുണ്ട്, നമ്മുടെയൊക്കെ വീട്ടില് പകലാണ് വരേണ്ടത്, ഇത് രാത്രിയായിട്ട് പോലും ഇന്നിവിടെ അതിഥികളുടെ ഒരു ഘോഷയാത്ര. ഘോഷയാത്രയായിരിക്കും തീർച്ചയായിട്ടും. നമ്മളുടെ കഴമ്പ് കുന്ന് പ്രദേശത്ത് വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുത കാഴ്ചയുണ്ട്. പ്രിയപ്പെട്ട കഴമ്പ് കൃഷ്ണേട്ടൻ്റെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഒരുപാട് പൂക്കളുമായിട്ട് ഒരു അനന്തശയനത്തിൻ്റെ ചെടി. നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഈ കാഴ്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അപ്പോൾ ഇന്ന് 350-ൽ പരം പൂക്കളുമായിട്ട് നമുക്കൊക്കെ തന്നെ ദൃശ്യ വിസ്മയം ഒരുക്കിയിരിക്കുന്ന ഈ ഒരു പൂക്കളുടെ കാഴ്ച കാണാൻ ഒരുപാട് പേര് കൂടെയുണ്ട്. അതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മുടെ കൂടെ ഉണ്ടായ പ്രസന്നേച്ചി അല്ലെങ്കിൽ പ്രസന്ന ശശീന്ദ്രൻ ഈ പ്രാവശ്യം നമുക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ പ്രിയപ്പെട്ട പ്രസന്നേച്ചി ഇന്ന് ബത്തേരി ബ്ലോക്കിൻ്റെ പ്രസിഡൻ്റായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ പൂക്കൾ ഉണ്ടായതോടൊപ്പം തന്നെ ആ ഒരു സന്തോഷം കൂടി ഈ ഞങ്ങളൊക്കെ തന്നെ പങ്കുവെക്കുകയാണ്. സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രസന്നേച്ചിയെ ഈ പൂക്കളെ പറ്റിയും ഈ കാഴ്ചകളെ പറ്റിയും പറയുന്നതിന് വേണ്ടി ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ധനേഷ് മാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കഴമ്പുകുന്ന് പ്രദേശത്ത് ഇപ്പോൾ 2, 3, 4-ാമത്തെ വർഷമാണ് നമ്മുടെ കൃഷ്ണൻ്റെ വീട്ടിൽ ഇത്തരത്തിലൊരു അനന്തശയനം എന്ന് നിശാഗന്ധി എന്നൊക്കെ നമ്മൾ പേര് വിളിക്കുന്ന ഒരു പുഷ്പം വളരെ സുഗന്ധം പരത്തുന്ന വലിയൊരു വിസ്മയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ ഞങ്ങൾ കാണാൻ വന്നിരുന്നു. ഇത്തവണ അത് 3ാമത്തെ തവണയാണ് ഈ വർഷം പുഷ്പിക്കുന്നത്. അപ്പോൾ അതൊരു വിസ്മയം തന്നെയാണ്, ഇതൊരു കാഴ്ചയാണ്, വലിയൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളത് കാണാൻ വേണ്ടിയാണ് ഇവിടെ പരിസരത്തുള്ള എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ വന്ന് കണ്ടിട്ട് പോവുകയും ചെയ്തു. കുറേ ആളുകളിപ്പോൾ ഒന്നിച്ച് നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ. ഇതൊരു വലിയ ഒരു കണ്ണിന് കുളിർമയേകുന്ന, മനസ്സിന് സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മളുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു കാഴ്ച കാണുവാൻ വേണ്ടി ഒട്ടനവധി ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ഈ ഒരു നെന്മേനി പഞ്ചായത്തിൻ്റെ 8-ാം വാർഡിൻ്റെ മുൻ പഞ്ചായത്ത് അംഗം ശ്രീമതി ജയലളിതയുണ്ട്. അതുപോലെ തന്നെ സൂര്യാന്തി കൃഷി അതിൻ്റെ ഒരു ഖ്യാതി ഒരുപാട് പേരിൽ എത്തിച്ച ശ്രീ സുരേഷ്, അതുപോലെ രജീഷ്, അവരുടെ കുടുംബാംഗങ്ങൾ, ഇവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു കൃഷ്ണേട്ടൻ്റെ ജ്യേഷ്ഠൻ്റെ മകനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച ആളാണ്. അപ്പോൾ ഈ സീസണിൽ 3ാമത്തെ തവണയാണ് ഈ പൂക്കൾ വിരിയുന്നത്. ഇതിൽ 350-ൽ പരം പൂക്കളാണ് ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്നത്. നമുക്കറിയാം ആദരവ് എപ്പോഴും അർഹതയ്ക്കുള്ള അംഗീകാരമാണ്. ഈ ഒരു ചെടിയെ ഇത്ര മനോഹരമായി ഇത്ര കരുതലോടെ കാത്തു സംരക്ഷിക്കുന്ന പ്രിയപ്പെട്ട കൃഷ്ണേട്ടൻ തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ ആദരവ് അർഹിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും വരുന്ന വർഷങ്ങളിലൊക്കെ തന്നെ ഇതേപോലെ തന്നെ ഈ ചെടിയെ സംരക്ഷിക്കുവാനും ഈ പ്രകൃതിയെ സ്നേഹിക്കുവാനും ഒരുപാട് പാഠങ്ങൾ സമൂഹത്തിന് നൽകുവാനും കൃഷ്ണൻ്റെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട കൃഷ്ണനെ ആദരിക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന ശശീന്ദ്രനെ ആദരപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഒരു നിറഞ്ഞ കൈയോടുകൂടി നമുക്കത് നിർവഹിക്കാം.